ഹായ്, വെൽക്കം ബാക്ക്. സനം വ്ലോഗിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയ വ്ലോഗായിട്ടാണ്. എൻ്റെ നാട്ടിലേക്ക് പോകുന്ന ചെറിയ വ്ലോഗായിട്ടാണ്. അപ്പോൾ നമുക്ക് കുടുംബശ്രീ അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ കാണാം. അപ്പം രാവിലെ 11 മണി കഴിഞ്ഞു കേട്ടോ. അപ്പം ഇന്നലെ രാത്രി കുറച്ച് മഴ ഉണ്ടായിരുന്നു. അപ്പം നല്ല ചൂടാണ്. ചൂട് കാര്യങ്ങളായിട്ട് കുറച്ച് തണുപ്പൊടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പം നമ്മൾ വാടകയിലല്ലോ. അപ്പോൾ വാടകയില്ല, നമുക്ക് വിട്ടെടുത്തൊന്നും നമുക്ക് കുടുംബശ്രീ ഒന്നും കിട്ടൂല. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുടുംബശ്രീ പോയിട്ട്. അപ്പോൾ എൻ്റെ അഡ്രസ്സ് കാര്യം കിട്ടാതെ എല്ലാം എൻ്റെ നാട്ടിലെത്തിയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം വീട്ടിൻ്റെ അടുത്തൊക്കെ തന്നെ റൂം മാറണമെന്നുണ്ട്. മോളൊന്ന് സ്കൂള് 5th സ്റ്റാൻഡേർഡ് മദ്രസ ഒന്ന് കംപ്ലീറ്റ് ആവട്ടെ അറിഞ്ഞിട്ട് ഒരു യൂത്ത് ഓഫീസിൻ്റെ ഒരു സെൻറ്റർ ഉണ്ട് കേട്ടോ. ഇവിടെ മഴ വന്നിട്ട് കണ്ടോ, വെള്ളം കെട്ടി നിൽക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അവസ്ഥ എന്താവും? മഴക്കാലത്ത് ഇപ്പോൾ റോഡ് ശരിയാക്കാൻ വേണ്ടി നോക്കിപ്പോയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്താറായി. ഇപ്പോൾ കണ്ടോ, റോഡുകളൊക്കെ കണ്ടോ, മേലെ റോഡും കാര്യങ്ങളൊക്കെ കണ്ടോ. അക്കരെ സൈഡ് മുമ്പത്തെ പറയല്ലേ, അക്കരെ സൈഡ് ഇക്കരെ സൈഡ് ഒന്നും കാണാനൊന്നും പറ്റുന്നില്ല. ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ATM ഒക്കെ. എനിക്ക് അടുത്ത് തന്നെ ഉണ്ട്. 2 ATM ആണ് കേരള ഗ്രാമീണ ബാങ്കിലെ ATMകൾക്ക് അടുത്ത് തന്നെ ഉണ്ട്. ഓക്കെ, ഇനി കാണാം. ബസ് സ്റ്റോപ്പിലെത്താറായി. അങ്ങനെ ഞങ്ങൾ പോയി ബസ്സിലുള്ള ഭാഗ്യം കൊണ്ട് സീറ്റ് കിട്ടിയിട്ടാ. ചില സമയത്താണ് സീറ്റൊന്നും കിട്ടുന്നതെന്നിട്ട് പോകണ്ടേ. അല്ല കാണുന്നുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്കാണല്ലോ. അവരുടെ മാടിയിടാൻ പോകാൻ തിരക്കാണ്. നോക്കിയ കുഞ്ചിനെ കൈ വിട്. ഭയങ്കര കിടന്നു പോകുന്ന സമയത്ത് അക്കരെ സൈഡൊന്നും കാണുന്നില്ല കേട്ടോ. ഇനി അക്കരെ സൈഡൊന്ന് കാണുമ്പോൾ ഒന്ന് വീഡിയോ ചെയ്യാം കേട്ടോ. ഇപ്പോൾ അക്കരെ സൈഡൊക്കെ കാണുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇതേപോലെ പാലത്തിൻ്റെ അടുത്ത് കുറച്ച് കഴിഞ്ഞാൽ ബ്രിഡ്ജിൽ കിട്ടത്തില്ല. അതിന് കുറച്ച് ഇപ്പുറം അവർ 2 സൈഡും ഫുള്ള് ക്ലോസ് ആക്കിയിട്ടുണ്ട്. ബ്രിഡ്ജിനടുത്തല്ല. നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ പത്തിരിക്കറ നമുക്ക് സെപ്പറേറ്റ് കാണുന്നില്ല. കുറച്ച് അപ്പുറത്ത് കാണുമ്പോൾ നല്ല രസമാണ്. പിന്നെ വേല പോകുമ്പോൾ റോഡിൽ പോകുമ്പോൾ നല്ല രസമുണ്ടാകും. ഓഫീസിൽ പോകുന്ന സ്റ്റോപ്പ് ചെയ്തിടാണ്. ഓഫീസിൽ പോകുന്ന സ്റ്റോപ്പ്
അത് രണ്ട് സൈഡ് കുറഞ്ഞ സൈഡെന്ന് അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ ക്ലോസ് അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ അക്കരെ സൈഡൊക്കെ കാണാറുണ്ട്. ബ്രിഡ്ജ് കാണുന്നില്ലേ, ബ്രിഡ്ജ് ഉള്ള സ്ഥലത്ത് കുറച്ച് ഇപ്പുറം വരെ നമ്മങ്ങ് ഒരു ജയിൽവാസം പോലെ ഇങ്ങനെ രണ്ട് മതിലും കെട്ടിയിട്ട് നമുക്ക് അക്കരെ സൈഡും കാണില്ല ഇക്കരെ സൈഡും കാണൂല. അപ്പോൾ ഇപ്പം നമ്മളിവിടെ കാസർഗോഡ് നല്ല മിംസ് ഹോസ്പിറ്റൽ വരുന്നുണ്ട്. അതിൽ നമുക്ക് ഇതിൽ പോകുന്ന സമയത്ത് കാണാൻ പറ്റുന്നത്. അവിടെ ഇപ്പോൾ ഒരുപാട് വേക്കൻസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് യാത്ര പോകുന്ന സമയം നല്ല രസമാകുന്നുണ്ട്. പക്ഷേ യാത്ര പോകുന്ന സമയത്തും യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള റോഡായിക്കഴിഞ്ഞാലും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ നമ്മളെ വീഡിയോസ് നമുക്ക് കാണാം. ഇതാണ് നമ്മളെ ചെങ്കള പഞ്ചായത്ത് പറയുന്നത്. ഇതാണ് കേട്ടോ, അത് ഇതാണ് കണ്ടോ, ഇപ്പുറത്തെ സൈഡ് ഗേറ്റ് കണ്ടതാണ്. ചെങ്കള പഞ്ചായത്തിൽ കാണാം. നമുക്ക് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്താണ് ചെങ്കള പഞ്ചായത്ത്. ഇതിലിപ്പോൾ മുമ്പ് ഇത്ര നമുക്ക് അത്ര ഹൈവേൻ്റെ അടുത്തായിരുന്നില്ല. ഇത് ചെർക്കളം പാലം ബ്രിഡ്ജ് കേട്ടോ, ചെർക്കളം ബ്രിഡ്ജില്ലേ അതാണ് ഇതെവിടെ ചെർക്കളം ബ്രിഡ്ജ് കാണാൻ പറ്റും നോക്ക്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പോയി ക്രോസ് ചെയ്ത് ഇതിലിപ്പോൾ കുറേ അടിഭാഗമൊക്കെ നമുക്ക് നല്ല പ്ലേസ് ഉണ്ട്, എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ പറ്റും അടിഭാഗത്തുള്ള. ഇപ്പോൾ ഇത് ഫിനിഷിങ് ആയ സമയത്ത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഫിനിഷ് ആകുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. നല്ലൊരു പള്ളിയുണ്ട് കേട്ടോ. ആ പള്ളിയൊന്നും ഒന്നും ആയിട്ടില്ല, പാലം നടക്കുന്ന സ്ഥലം. അതുകൊണ്ടാണ് പാലത്തിൻ്റെ അങ്ങോട്ടേക്ക് അവർ റോഡ് എടുത്ത് ചെറുക്കട പള്ളി പോകണ്ടെന്ന് എഴുതിയിട്ടാണ് അവർ ഇങ്ങനെ ഈ സൈഡ് തന്നെ ബ്രിഡ്ജ് എടുത്തത്. അതുകൊണ്ടാണ് ഇവിടെ ഷോപ്പ് എടുത്താണ് ചെറുക്കള പള്ളി എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ ഏറ്റവും വലിയ നല്ലൊരു പള്ളിയാണ്. റോഡ് സൈഡുള്ള ഇതാണ് നമ്മുടെ ചെറുക്കള ടൗൺ ആയിരുന്നു. ഇതാണ് കേട്ടോ. ഇവിടെ നിന്നുണ്ടോ ഇപ്പം നമുക്ക് ഡയറക്റ്റ് മാംഗ്ലൂർ ടു ട്രിവാൻഡ്രം ഡയറക്റ്റ് മേലെ വരുന്നവർക്ക് ഇവിടെ പാസ്റ്റ് പോകുന്നവർക്ക് അങ്ങനെ വരുന്നല്ലേ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ കർണാടക പോകുന്നവർക്ക് അതിലുള്ള എൻട്രൻസ് ഇറങ്ങാനുള്ള ഒരു വഴി അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചെറുപ്പം ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്ന സ്ഥലമാണ് ഒന്ന് കാണാം. ഇതൊക്കെയാണ് എൻ്റെ നാട് എന്ന്. ഇതൊക്കെയാണ് കേട്ടോ. ഇതിപ്പോൾ ഇപ്പോഴുള്ള നാടാണ്. മുമ്പുണ്ടായിരുന്ന ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പുണ്ടായത് ഇതിൻ്റെ അക്കരെ സൈഡായിരുന്നു. അതിനുശേഷം ഇക്കരെ സൈഡിലോട്ട് വന്ന അന്നേരം ഞങ്ങൾ ചെറിയിരിക്കുന്ന സമയത്തിൽ ഭയങ്കര ആഗ്രഹം ഞങ്ങൾക്ക് ഈ മാവയക്കട്ടെ സ്ഥലത്ത് താമസിക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അക്കരെ സൈഡിൽ നിന്ന് ഇക്കരെ സൈഡിലേക്ക് വന്നു കണ്ടോ. ഇത് റബ്ബറുണ്ട് കേട്ടോ. ഇത് താഴെ എൻ്റെ അളിയാല്ലേ ഏട്ടത്തിൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ റബ്ബറാണ് ഇതൊക്കെ കേട്ടോ. പിന്നെ എൻ്റെ കാക്കേണ്ടതും ഉണ്ട്, അത് താഴെയാണ് കേട്ടോ. ഇതൊക്കെ വലുതാന്ന്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉപ്പാൻ്റെ ഷോപ്പിലേക്ക് എത്തി. ഏടത്തിൻ്റെ വീട്ടിൻ്റെ അടുത്താണ് ഉപ്പാൻ്റെ ഷോപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഉപ്പാൻ്റെ വീട്ടിലേക്ക് കുറച്ച് താഴെ കൂടി പോകണം. ഇപ്പോൾ ഉപ്പാക്കൊരു വീട് കിട്ടുന്നുണ്ട്, ആ വീട്ടിൽ കുറച്ച് കൂടി പോകണം. അതല്ല അവിടെയായിട്ട് നെക്സ്റ്റ് വരാട്ടോ വീഡിയോ ആയിട്ട്. അപ്പോൾ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഇത് കുറച്ച് കാര്യങ്ങളാണ്.